മര്യാദയ്ക്ക് ഫുഡ് പാക്കറ്റ്സ് തിരിച്ചു തന്നേക്ക്. ഇനി നിനക്ക് നിന്റെ ഫുഡ് പാക്കറ്റ്സ് മാത്രമല്ല, എന്റെ പഞ്ചാണ് നീ വാങ്ങാൻ പോകുന്നത്. നോക്കിക്കോ. ഡിസ്കൗണ്ട് കിട്ടുന്ന ദിവസം ഷോപ്പിംഗ് ചെയ്യുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അല്ലേ? സാധാരണ ജോലിയല്ല, വളരെ വളരെ ജോലി. ഇപ്പൊ ഞാൻ ജോലിയായിട്ട് ഒരു ടോഫി വാങ്ങിച്ചു വെച്ചോട്ടെ. ഇന്ന് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് തിങ്സ് വാങ്ങാൻ പോവാ. ടോണി ബോസ് വാങ്ങിക്കാൻ പോയി ചീസ്, അടി വാങ്ങിയാൽ അയാളുടെ കാര്യം പീസ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഡിസ്കൗണ്ടിന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഫുഡ് പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുക. ഒറ്റ വാക്കിൽ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ ബാഡ് ബിഹേവിയർ. ദേ കാണുന്ന ആ ചിപ്സ് പാക്കറ്റ്, അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ മാജിക്. അതെ, അത്ഭുതം തന്നെ. ചേടാ, എന്റെ ചീസ് ആരാടാ? ഞാൻ എടുത്തു വെച്ച ചീസ് അടിച്ചു മാറ്റിയത്. തടസ്സം ഏർപ്പെട്ടതിന് സോറി. ടോണി ബോസിന്റെ മുഖം മുഴുവൻ മാറി. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താവും അറിയാലോ. എന്റെ ദൈവമേ, എന്താ ഇതൊക്കെ? ഞാൻ കഴിക്കാൻ എടുത്തു വെച്ച സാധനമൊക്കെ ഇത് എങ്ങോട്ടാ പോയത്? ഈ സാധനങ്ങളെല്ലാം തന്നെത്താനെ എങ്ങനെയാ മൂവ് ആകുന്നത്? എന്റെ R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഒരുപാട് അട്ടഹസിക്കുന്ന കുട്ടികളെ കുട്ടിക്കുറവനെന്നാ പറയാറ്. മോഷണം തടഞ്ഞു നിർത്തിയാൽ അയാളെ ഡിക്റ്റേറ്റീവ് ചട്ട്പെട്ടെന്നും പറയും. കലക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. ഈ ഫുഡ് പാക്കറ്റ്സ് എല്ലാം വളരെ സ്പീഡായിട്ട് മൂവ് ആവാണ്. ചട്ട്പട്ട് അങ്കിളിന് പോലും അത് പിടിക്കാൻ പറ്റുന്നില്ല. അല്ല, എങ്ങനെയാ ഈ പാക്കറ്റ്സ് മൂവ് ആകുന്നേ? എനിക്കെന്താ തോന്നുന്നേന്ന് വെച്ചാ ഉറുമ്പുകൾ അറ്റാക്ക് ചെയ്തെന്നാ തോന്നുന്നേ. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. പക്ഷെ എന്താ കഴിക്കുക? എല്ലാ ഉറുമ്പുകൾ അങ്ങ് കൊണ്ടുപോയില്ലേ? അല്ല ഡോഡോ, ഉറുമ്പുകളൊന്നും അങ്ങനെ ചെയ്യില്ല. ഉറുമ്പുകൾ ഒരിക്കലും മോഷ്ടിച്ച് കഴിക്കില്ല. അതിനൊന്നും ഇത്ര വേഗത്തിൽ ഓടാനും പറ്റില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് ട്വിങ്കിൾ. മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഉറുമ്പുകളല്ല, ഈ കാണുന്ന മാർബിൾസ് ആണ് അത് ചെയ്യുന്നേ. എന്റെ ദൈവമേ, ഈ മാർബിൾസ് വെച്ച് കളിക്കുന്നത് ഒരു മജീഷ്യൻ ആണെന്നാ തോന്നുന്നത്. അല്ല, മാജിക് എന്നൊരു കാര്യം തന്നെ ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും ഇതെല്ലാം റോബോട്ടിക് മാർബിൾസ് ആണ്. വളരെ ദൂരത്തുനിന്ന് ഇതാരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാർബിൾസ് ഇവിടെ വന്ന് മോഷ്ടിക്കുന്നത്. ഇഷ്ടം പോണ, ഞാനിന്ന് സൂപ്പർ ആയിട്ട് ഒരു അടിപൊളി ബിരിയാണി ചെയ്യാൻ പോവുകയാണ്. നീ അത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. അയ്യോ ദേവേ, ഇത് അങ്ങനെ മാത്രം പറയല്ലേ. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോയാൽ പിന്നെ എന്റെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ ഇവിടെ വേറെ ആരുണ്ട്? ഇഷ്ടം പോണ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റ് ആയ ബിരിയാണി ചെയ്യാൻ പോകുന്നെന്നാണ്. വെയിറ്റ് ആൻഡ് ഈറ്റ്. ഈഷ്
ഈഷ്, ഇപ്പൊ ഇതിൽ റൈസ് ഇടേണ്ട സമയമായിരിക്കുന്നു. റൈസ് പാക്കറ്റ് ഞാൻ എവിടെയാണ് വെച്ചത്? ഷടാ, ഞാനത് എവിടെയാണ് വെച്ചത്? ഈഷ്, ഈ പാക്കറ്റ് എങ്ങനെയാണ് തന്നെ തന്നെ ഓടുന്നത്? അയ്യോ, ഇതെന്താന്നറിയോ? ഗോലിയാണ്, മാർബിൾസ് ആണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പൊ തന്നെ നിന്നെയൊക്കെ ഞാൻ വകവരുത്തി കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ എറിഞ്ഞ ഒറ്റ ഷോട്ടില് ആ മാർബിൾസ് മൊത്തം ചിതറിപ്പോയില്ലേ? ഇനി നമുക്ക് സുഖമായിട്ടിരുന്ന് ബിരിയാണി കഴിക്കാം. ശരീരം മൊത്തം ഫിറ്റ് ആയിരിക്കും. ഈഷ്, മമ്മി, ഈ മാർബിൾസ് എന്റെ വീട്ടിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും എടുത്തോണ്ട് പോകുന്ന തോന്നുന്നത്. ഇനിയിപ്പൊ ഞാൻ എന്താണ് കഴിക്കുക? ദൈവമേ, മമ്മി രക്ഷിക്കൂ. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ മാർബിൾ സൺസിറ്റിയിലെ ഭക്ഷണങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. അത് നമുക്ക് ഉടൻ തന്നെ തടഞ്ഞു നിർത്തണം. ഡോണ്ട് വറി കീക്കോ, നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ അവനെ തടഞ്ഞു നിർത്താം, കേട്ടോ? ഈ ഗ്രോസറി സ്റ്റോറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒറ്റവാക്കി പറയണമെങ്കിൽ എംപ്റ്റി. വേഗം ചെല്ല് പടി, നമുക്ക് ആ മാർബിൾസിനെ ഫോളോ ചെയ്യാം. എങ്കിലേ നമുക്ക് ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ആ ഫുഡ് പാക്കറ്റ് ഒക്കെ വേറെ വേറെ വഴിയിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 44 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 44. സൂപ്പർ സ്പീഡോ, വേഗം അതിനെ ഫോളോ ചെയ്യേ. 2 മിനിറ്റ് കീക്കോ. ഓട്ടോ റിപ്പയറിംഗ് കംപ്ലീറ്റിംഗ് കീക്കോ. വാ, നമുക്ക് പോകാം. ആ മാർബിൾസ് എല്ലാം എങ്ങോട്ടാ പോയേ? കണ്ണത്തും ദൂരത്തൊന്നും കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 7. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 7. ഇതിലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ടെലിസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ അധികമാക്ക്. നോർത്ത് സൈഡിൽ വളരെ ദൂരത്തിൽ പൊടി പറക്കുന്നത് പോലെ തോന്നുന്നു. ഒരുപക്ഷെ മാർബിൾസ് എല്ലാം ആ സൈഡിലൂടെ ഓടുകയാണെന്ന് തോന്നുന്നു. ഷോർട്ട് ടൈമിൽ അത്ര ദൂരം പോകാൻ പറ്റുമോ? ഈ മാർബിൾസ് വളരെ ഫാസ്റ്റ് ആണല്ലോ. എന്നാ വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. ജെറ്റ് സ്പീഡ്. ആ മാർബിൾസിനെ തടഞ്ഞു നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 25. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 25. വാവ്, നമ്മുടെ ഐഡിയ സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയി സൂപ്പർ സ്പീഡോ. ഇനി നമുക്ക് മൊത്തം മാർബിൾസിനെയും ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യണം. ഓ നോ, ഷടാ, മാർബിൾ തിരിച്ചു വന്നല്ലോ. അങ്ങോട്ട് നോക്കൂ. ഇനി എന്ത് ചെയ്യും കീക്കോ? കീക്കോ, ആ മാർബിൾസിന്റെ എക്സാസ് പൈപ്പിനകത്ത് പോയിരിക്കുക. അതെന്റെ എഞ്ചിനകത്ത് കയറി പ്രശ്നമുണ്ടാക്കിയാണ്. എന്റെ എഞ്ചിൻ ഇപ്പൊ ടോട്ടലി സ്ട്രക്കായി പോയി.
അയ്യോ ഇതിപ്പോ നമ്മളെ താഴ്വാരത്തേക്ക് വലിച്ചെറിയുമെന്നാ തോന്നുന്നേ. കീക്കോ എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് ചാടൂ. നോ, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ എന്റെ കൂട്ടുകാരനെ തനിച്ചാക്കി പോവില്ല. ആ? കീക്കോ എന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നില്ല. റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമാകുമെന്ന് തോന്നുന്നു. നീ ഫോർമുല നമ്പർ 38 അപ്ലൈ ചെയ്യേ. ഫോർമുല 38 ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് ഡാമേജ് ആയിരിക്കുകയാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഒരുപക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ. സേഫ്റ്റി പിന്ന് ബൈപ്പാസ് ചെയ്ത് ട്രൈ ചെയ്യൂ സൂപ്പർ സ്പീഡോ. തീർച്ചയായും അത് വർക്കൗട്ട് ആവും. ആ മാർബിൾസ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് എസ്കേപ്പ് ആയിരിക്കുക. ഇനി അതിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആഹാര സാധനങ്ങളൊക്കെ ആരാണ് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? അയ്യോ കിക്കു പോലും ഇല്ല. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കിക്കോ. കാരണം സൺ സിറ്റിയില് ഇപ്പൊ കഴിക്കാൻ ഒരു ആഹാര സാധനം പോലും ഇല്ല. എല്ലാം മോഷണം പോയില്ലേ? അതെ കിക്കോ, എന്റെ ഈ എംടി ആയ വയറിവിടെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ആഹാരക്കള്ളനെ കണ്ടുപിടിച്ച് എടുത്തിട്ടങ്ങ് പെരുമാറിയില്ലേ, എടുത്തിട്ടങ്ങ് ചവിട്ടിക്കളഞ്ഞു. പിന്നെ അവൻ ആഹാരത്തിന് പകരം പാട്ട് മോഷ്ടിക്കാൻ തുടങ്ങി. സത്യാണോ മേരെ അങ്കിൾ? പിന്നല്ലാതെ ഞാൻ പറഞ്ഞ കള്ളവാണോ? അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളവാണെങ്കിൽ എന്റെ തലയിൽ ചിപ്പിന്റെ എംടി റാപ്പേഴ്സ് വന്ന് വീഴട്ടെ. എന്നുവെച്ചാ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഫുൾ പാക്കറ്റ് ചിപ്സ് എന്ന് പറയാൻ പാടില്ലായിരുന്നു. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ദാടിക്കരുത്. ആഹാരം ഒരിക്കലും വേസ്റ്റ് ചെയ്യാനും പാടില്ല. എന്താ എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ആരാണോ മാർബിൾസ് വെച്ച ഈ ആഹാര സാധനങ്ങൾ മോഷ്ടിക്കുന്നത് അവരെ നമുക്ക് ഈ ടിവിയിൽ കാണാൻ കഴിയും. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ സൺ സിറ്റിയിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും ഈ മാർബിൾ വെച്ച് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആരും പട്ടിണിയോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യ്. ഞാൻ നിങ്ങൾക്ക് ആഹാരം ഹോം ഡെലിവറി തന്നേക്കാം. അതിന് പകരം ഞാൻ ചോദിക്കുന്ന കാശ് നിങ്ങൾ എണ്ണി വെച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ നാമത്തിൽ എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾ വാങ്ങിച്ചോളൂ. താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൾ ചെയ്തേക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വീട്ടിൽ ഇരുന്ന് തന്നെ വാങ്ങിയേക്കാം. എന്റെ പേരാണ് കണ്ണു കഞ്ചി വാല. ഞാനൊന്നും വെറുതെ കൊടുക്കാറില്ല. കൊടുക്കുന്നതിനെല്ലാം കാശ് എണ്ണി വാങ്ങിക്കും ഞാൻ. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന് 1000 രൂപയോ? ചിപ്സിന് 800ഓ? അര കിലോ അരിക്ക് 2000 രൂപയോ? നമ്മുടെ സിറ്റിയിലെ ഭക്ഷണം മുഴുവൻ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അത് ഡബിൾ വിലക്കും ട്രിപ്പിൾ വിലക്കും നമുക്ക് തന്നെ വിൽക്കിയവൻ. ഇതിനെ 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. ഇത് സാധാരണ റോങ് ഒന്നുമില്ല, വലിയ റോങ് ആണ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? ഷെടാ, ഞാനിപ്പോ എന്താ കഴിക്കുക? എനിക്കിവിടെ കഴിക്കാൻ ഒന്നുമില്ലല്ലോ. ഡോണ്ട് വറി. കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളപ്പോൾ റോങ് ഒരിക്കലും റൈറ്റ് ആവാൻ പറ്റില്ല. എന്ത് പറയുന്നു കീക്കോ? റൈറ്റ് സൂപ്പർ സ്പീഡോ. നമ്മളിപ്പോ ആ കണ്ണുനെ എവിടെ പോയി തേടും? ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാം. ആഹാരം. നീ ഒരു കാര്യം ചെയ്യിക്കോ, ആദ്യം ബിസ്ക്കറ്റും ചിപ്സും ഓർഡർ ചെയ്യ്. ഓക്കെ സൂപ്പർ സ്പീഡോ, ആരും അറിയാതെ നമുക്ക് രഹസ്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാം. എങ്ങനെയെങ്കിലും നമുക്ക് ആ കണ്ണുനെ കണ്ടെത്തണം. കാരണം സൺസിറ്റിയിൽ ഉണ്ടായിരുന്ന മൊത്തം ഭക്ഷണം ഇപ്പൊ അവന്റെ കയ്യിലാ. ഞാൻ കുറച്ചേ കൊടുക്കാറുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനെല്ലാം പല മടങ്ങ് തിരിച്ചു മേടിക്കാറുണ്ട്. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി മുതൽ പൈസ കൊണ്ട് എന്റെ ഖജനാവ് മുഴുവനും ഫില്ല് ചെയ്യണം. ഈ 2 വിരുന്നുകാരാരാ? അവരാരാ എന്താന്നൊന്ന് ചോദിച്ചിട്ട് വന്നേക്കാം. കഞ്ച വളരെ കുറച്ച് കൊടുക്കൂ, പക്ഷെ വാങ്ങിക്കുമ്പോ ഒരുപാട് നോട്ട് എണ്ണി വാങ്ങിക്കും.
എടാ കൊച്ചു ചെക്ക, എന്താ നീ വഴിമാറി ഇവിടെ എത്തിപ്പോയോ? ആദ്യം നീ സ്ഥലം വിട്. ഇവിടെ നിനക്ക് ലോലിപോപ്പ് ഒന്നും കിട്ടില്ല. മിസ്റ്റർ കണ്ണു, എന്റെ പേര് കീക്കോ. ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ദയവേത് നിങ്ങൾ സൺസിറ്റിയിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്ന ഭക്ഷണം മുഴുവൻ തിരിച്ചു കൊടുത്തേക്ക്. കാരണം മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഞാൻ അത്ര ബുദ്ധിമുട്ടി മോഷ്ടിച്ചോണ്ട് വന്നത് തിരിച്ചു കൊടുക്കാനല്ലേ നീ പറഞ്ഞത്? ശരി, ഓക്കെ, റിട്ടേൺ ചെയ്തേക്കാം. അവൻ സമ്മതിച്ചു, രക്ഷപ്പെട്ടു. എന്റെ മിസൈൽസിന് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അവനെ വകവരുത്തിയേനെ. പക്ഷെ അതിന് പകരം നീ എനിക്ക് 10 കോടി രൂപ തരണം. എന്നിട്ട് നീ നിന്റെ സൺസിറ്റിയിൽ ആഹാരം എടുത്തോണ്ട് പോയിക്കോ. പറ, എന്താ ഡീൽ ഓക്കെ ആണോ? എനിക്കിപ്പോ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ എന്റെ ഒരു മിസൈൽ വേസ്റ്റ് ചെയ്തേ പറ്റുമെന്നാണ് തോന്നുന്നത്. കണ്ണു കഞ്ചവാലയുടെ നേരെ നീ മിസൈൽ അയക്കാണല്ലേ? നീ ഇതിനൊക്കെ ചേർത്ത് ഒരുപാട് വിഷമിക്കും. ഇപ്പൊ ഞാൻ എന്റെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 345 അപ്ലൈ ചെയ്യേ. പിന്നെ സൈലൻസറിൽ മെറ്റാലിക് നെറ്റ്. ഓക്കെ, ആക്ടിവേറ്റിംഗ് ഫോർമുല 345. എനിക്ക് ഫോർമുല വളരെ ഇഷ്ടമായി. മെറ്റാലിക് നെറ്റിനെയും ഫിക്സ് ചെയ്തേക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. ചുറ്റിക കൊണ്ട് ഇവന്മാരെ അടിച്ചോടിപ്പിക്കണം. കഞ്ച എല്ലാം കുറച്ചേ കൊടുക്കാറുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനെല്ലാം നോട്ട് എണ്ണി മേടിക്കും. സൂപ്പർ സ്പീഡോ, നീ ആ ഹാമറിന്റെ കാര്യം നോക്കിക്കോ. അതിനു മുമ്പ് ഞാൻ ആ കണ്ണൂനെ വകവരുത്തിയിട്ട് വരാം. കിക്കോ, അറിയാതെ നീ ഇങ്ങോട്ട് വന്നു പോയി കാണും. പക്ഷെ ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് നിരന്തരമായി നിൽക്കേണ്ടേ. പക്ഷെ നിന്നെ അങ്ങനെ നിൽക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ ടെറസിലായാലും ശരി, എന്റെ മുമ്പിലായാലും ശരി. എല്ലാം കുറച്ചേ കൊടുക്കുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനൊക്കെ നോട്ട് എണ്ണി മേടിക്കും. നീ പറഞ്ഞത് ശരിയാണ് കണ്ണു. ഫൈറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് സ്റ്റഡിയായി നിൽക്കണം. ഞാനിപ്പോ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ഒരേ സ്ഥലത്ത് നിൽക്കാതെ ഫൈറ്റ് ചെയ്യും. മര്യാദയ്ക്ക് ആ ഫുഡ് പാക്കറ്റ്സ് തിരിച്ചു തന്നേക്ക്. ഇനി നിനക്ക് നിന്റെ ഫുഡ് പാക്കറ്റ്സ് മാത്രമല്ല, എന്റെ പഞ്ചാണ് നീ വാങ്ങാൻ പോകുന്നത്. നോക്കിക്കോ. എന്റെ ഈ മാർബിൾസിന്റെ പിടി കുറച്ചായിട്ട് സ്ട്രോങ് ആയിട്ട് മാറും. അതിനുശേഷം നിന്റെ മാംസവും എല്ലും കുറേശ്ശെയായി ഒന്നാകും. കഞ്ചയെല്ലാം കുറച്ചേ കൊടുക്കുകയുള്ളൂ, പക്ഷെ വാങ്ങിക്കുമ്പോ ഒരുപാട് നോട്ടുകൾ എണ്ണി വാങ്ങിക്കും. ഈ മാർബിൾസിന്റെ പിടി ഭയങ്കര ടൈറ്റ് ആണല്ലോ. എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതെന്റെ എല്ലുകൾ മൊത്തം തവിട് പൊടിയാക്കുമെന്നാ തോന്നുന്നേ. അല്ല, കണ്ണു കീക്കോയെ പിടികൂടിയെന്നാണല്ലോ തോന്നുന്നത്. ഞാനിപ്പോ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്റെ ആ ഡബ്ബക്കാരും പോയി. അതുപോലെ നീയും അടയാളമില്ലാതെ ചെതറിപ്പോവും. കഞ്ചായ എല്ലാം കുറച്ചേ കൊടുക്കുകയുള്ളൂ, പക്ഷെ വാങ്ങിക്കുമ്പോ നോട്ടുകൾ എണ്ണി മേടിക്കും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 888. ഓൾ റൈറ്റ് ബഡി, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 888. എന്റെ വാക്യൂം പമ്പ് വെച്ച് ഞാൻ അതിനെ വലിച്ചെടുത്ത് ഫ്രീ ആക്കിയേക്കാം. സൂപ്പർ സ്പീഡോ, കണ്ണു തന്റെ മാർബിൾസിനെ തന്റെ ഷോൾഡറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കൺട്രോൾ പാനൽ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. കണ്ണു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ഒരു ചാൻസ് കൊടുക്കരുത്. നീ എത്രയും പെട്ടെന്ന് ഫോർമുല നമ്പർ 654 അപ്ലൈ ചെയ്യും. ഗുഡ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 654.
ഇപ്പൊ എന്റെ സൂപ്പർ കിക്ക് കൊടുക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. യാ! യാ! എന്റെ റിമോട്ട് കൺട്രോൾ ഇതില്ലാതെ ഞാൻ എന്റെ മാർബിൾസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? മാർബിൾസ് വെച്ച് കളിച്ചോണ്ടിരുന്ന നിന്നെ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പന്താടാൻ പോവുകയാണ്, നോക്കിക്കോ. നിങ്ങൾ എന്തായി പറഞ്ഞത്? സാർ ചുരുക്കത്തിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. ജയിലിൽ ചെന്നിരുന്ന് മാർബിൾ ഉരുട്ടി കളിച്ചോണ്ടിരിക്കുക.